അലമുറയിട്ട് കരയുന്ന നിതിൻ്റെ കുടുംബം, നിതിൻ്റെ അച്ഛൻ, നിതിൻ്റെ അമ്മ, നിതിൻ്റെ സഹോദരി, അതുപോലെ തന്നെ നിതിൻ്റെ സഹോദരി, ഭർത്താവ്, കുടുംബാംഗങ്ങൾ, ഇതെല്ലാം കണ്ട് മനസ്സ് വിങ്ങിപ്പോയി തേങ്ങി. അല്ലാതെ നമ്മൾ ആ വീഡിയോകൾ കണ്ടിരിക്കാൻ പറ്റില്ല. ആ വീഡിയോ എല്ലാം നമുക്ക് കാണാനേ പറ്റില്ല. ഇത് കണ്ട് നമ്മളുടെ മനസ്സും മരച്ചു പോവുകയാണ്. ഇന്നത്തെ വിദ്യാഭ്യാസം എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസം എന്ന്. ഒരു ടീച്ചർ എന്ന് പറയുന്നത്, ഒരു ഫാക്കൽറ്റി എന്ന് പറയുന്നത്, ആ കുട്ടികളെ ചേർത്ത് പിടിക്കേണ്ട ഫാക്കൽറ്റി, കുട്ടികളെ അവരുടെ ലക്ഷ്യത്തിൽ എത്തിക്കേണ്ട ടീച്ചേഴ്സ്, മാതാപിതാ, ഗുരു, ദൈവം. ഗുരു കഴിഞ്ഞിട്ടാണ് നമ്മൾ ദൈവത്തിനും കൂടി സ്ഥാനം നൽകുന്നത്, അല്ലേ? വളരെ പവിത്രമായ ഒരു ബന്ധമാണ് ഗുരു ശിഷ്യ ബന്ധം എന്ന് പറയുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ള ആശയം പകർന്നു തന്ന ശ്രീനാരായണ ഗുരുസ്വാമിയുടെ നാട്ടിൽ തന്നെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. വളരെയധികം ദുഃഖമുണ്ടാക്കുന്ന, വളരെയധികം നികൃഷ്ടമായ, വളരെയധികം ക്രൂരമായ ഒരു അവസ്ഥയാണിത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തീർത്ത ഡോക്ടർ അംബേദ്കറെ ഒരു നിമിഷം ഓർത്തു നോക്കൂ. അദ്ദേഹം ഏത് ജാതിയിൽ നിന്നാണ് വന്നതെന്ന്. ഡോക്ടർ രാമൻ സംഗീത എന്ന് പറയുന്ന പേര് എത്ര വിശുദ്ധമായ പേര്, എത്ര നല്ല പേരാണ്. പക്ഷെ ആ പേരിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള പൈശാചികമായ സ്വഭാവം ഒളിച്ചിരിപ്പുണ്ടെന്ന് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? പിന്നെ ഇതുപോലുള്ളവർ ഈ സമൂഹത്തെ അധ്യാപകരാകാൻ യോഗ്യരാണോ? അല്ല, ഇവർക്ക് ഒരു യോഗ്യതയുമില്ല. ആ രാമനും സംഗീതയ്ക്കും അറിയില്ല എന്നുണ്ടോ ഇപ്പോഴും നമ്മളെ ഭരിക്കപ്പെടുന്ന ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയുണ്ടാക്കിയത് ഒരു ദളിത് ആയ ഡോക്ടർ അംബേദ്കർ ആണെന്ന് അവർ മറന്നുപോയിട്ടുണ്ടോ? കേരളത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും അത്ര വിവേചനം ഉണ്ടായിരുന്നില്ല. നമ്മൾ പല നോർത്തേൺ സ്റ്റേറ്റ്സിലും വളരെ കൂടുതലാണ്. ഈയിടെയാണല്ലോ ഒരു IAS ഓഫീസർ UP-യിൽ 2022 ബാച്ചിൽ അദ്ദേഹം ഏപ്രിലിൽ റിസൈൻ ചെയ്തു. കാരണം അദ്ദേഹത്തിന് പറ്റുന്ന ഒരു റോൾ, പറ്റുന്ന ഡ്യൂട്ടീസ് അദ്ദേഹത്തിനെ ഏൽപ്പിക്കുന്നില്ല ചുമതല. ബിക്കോസ് അദ്ദേഹം ഒരു ലോവർ കാസ്റ്റ് ആയതുകൊണ്ട്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും, എസ്പെഷ്യലി നോർത്തേൺ സ്റ്റേറ്റ്സിലും ഒക്കെ ഇതേ സംഭവങ്ങളാണ് നടക്കുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരുപാട് വൈകൃതങ്ങൾ നടക്കുന്നുണ്ട്. ആ IAS ഓഫീസർ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു IAS നേടിയത്? ഒരു ഡോക്ടറേറ്റ് നേടിയിട്ടോ അല്ലെങ്കിൽ കുറെ സർട്ടിഫിക്കറ്റ്സ് നേടിയാലോ മനുഷ്യത്വം ഉള്ളവൻ ആകണമെന്നില്ല. അത് ഏത് ജോലി ചെയ്താലും അതിൽ മനുഷ്യത്വം ഉണ്ടാകണം. സമൂഹത്തിൽ എല്ലാ നിലയിലുള്ള ആൾക്കാരെയും, എല്ലാവരെയും, ഓരോരുത്തരെയും ഷേപ്പ് ചെയ്ത് എടുക്കുന്നത് ഓരോ ടീച്ചറാണ്, ഓരോ അധ്യാപകനാണ്. ഡോക്ടർ രാമനെയും സംഗീതയെയും പോലുള്ളവർ ഈ സമൂഹ